നിസാന്റെ മിനി പെട്രോൾ എന്നൊക്കെ പറയാൻ പറ്റുന്നതാണ് നിസാൻ ടാക്ടോൺ വന്നിരിക്കുകയാണ്. കറന്റ് ജനറേഷൻ പെട്രോളിന്റെ ഒരു കുഞ്ഞനേനെ പോലെ തോന്നിക്കുന്ന ഒരു ഫ്രണ്ട് ബമ്പർ ഡിസൈനാണ് നിസാൻ ടാക്ടോൺ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മിനി പെട്രോൾ എന്നൊക്കെ വിളിക്കാമെങ്കിലും ടെക്ടോൺ ഇസ് എക്സാക്ട്ലി ഡസ്റ്റർ വിത്ത് നിസാൻ ലോഗോന്റെ പെട്രോൾ ഇൻസ്പയർഡ് ബമ്പർ എന്ന് പറയുന്നത്. പിന്നെ മാറ്റം വരുന്നത് ഇന്റീരിയർ കളർ സ്കീമിൽ മാത്രമാണ്. എന്നാൽ ഒരു ഫസ്റ്റ് ലുക്കിൽ നോക്കിയാൽ രണ്ട് മോഡലിനും ഒരു ഡിസ്റ്റിൻറ്റീവ് ലുക്ക് കൊടുക്കാനായിട്ട് നിസാന് സാധിച്ചിട്ടുണ്ട്. ഡിസൈൻ എന്നത് എപ്പോഴും ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് ആക്ച്വലി ഡസ്റ്റർ ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന പറയാം. എസ്പെഷ്യലി ഇന്റീരിയർ കളർ സ്കീമിൽ ആ ഒരു വൈറ്റ് ആൻഡ് പർപ്പിൾ ലൈക്ക് കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു തന്നെ പറയാം. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ആയാലും എഞ്ചിൻ ഓപ്ഷൻസ് ആയാലും ഗിയർ ബോക്സ് ആയാലും എല്ലാം ഐഡന്റിറ്റി ആണ്. രണ്ടിലും ഡ്യുവൽ സ്ക്രീനും അഡാസ് എല്ലാം വരുന്നുണ്ട്. പ്രൈസിങ് എക്സോറും ഏകദേശം 10.5 to 18.5 ലാക്ക് വരെയാണ് വരുന്നത്. അതും ഒരു കോമ്പറ്റീവ് ആയിട്ട് തന്നെ തോന്നി എന്ന് പറയാം. കാരണം ഈ ഒരു സെഗ്മെന്റിൽ പല വാഹനം 20 ലാക്ക് പ്ലസ് ആണ് ടോപ്പ് മോഡലിന് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വെൽ പ്രൈസ്ഡ് എന്നൊരു ഫീൽ തരാനായിട്ട് ടെക്ടോണ് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ നോക്കിയാൽ ഇപ്പോൾ ക്രെറ്റ ഉണ്ട്, സെൽറ്റോസ് ഉണ്ട്, സീറ, ഗ്രാൻഡ് വിറ്റർ തുടങ്ങി നല്ലോണം മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന മോഡൽസ് ഉണ്ട്. അവിടെയൊക്കെയാണ് നിസാൻ ടെക്ടോണുമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിസാൻ അത്യാവശ്യം നല്ലോണം പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ടഫായിരിക്കും ഈ ഒരു സെഗ്മെന്റിൽ എന്ന് വേണം പറയാൻ. പിന്നെ നിസാൻ ആണെങ്കിൽ കുറേ വർഷമായിട്ട് മാഗ്നറ്റ് മാത്രമായിട്ടാണ് മുന്നോട്ട് വന്നത്. ഇപ്പോൾ പിന്നെ ഗ്രാവിറ്റാസ് കൂടി വന്നിട്ടുണ്ട്. സോ ഇന്ത്യയിൽ എത്രമാത്രം സക്സസ് ആവാൻ ടെക്ടോണ് സാധിക്കുമെന്ന് കാത്തിട്ട് തന്നെ കാണണം. എന്നാൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചിലപ്പോൾ പെട്രോളിന് ലൈക്സ് നേടാനായിട്ടും സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പോസിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇറ്റ്സ് മിസ് മില്യൺ ഡ്രൈവ്സ്.